The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hi dear children, മനുഷ്യൻ നന്നാവാൻ മനസ്സ് നന്നായാൽ മതി. ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗിയുടെ ഈ ആപ്തവാക്യം നമുക്ക് ഏവർക്കും സുപരിചിതമാണ് അല്ലെ? എന്താണ് അതിനർത്ഥം? നമ്മുടെ മനസ്സും ശരീരവും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. നമ്മുടെ എല്ലാ ചിന്തകളും നമ്മളുടെ പ്രവൃത്തിയെ സ്വാധീനിക്കും, നമ്മുടെ ശരീരത്തെ സ്വാധീനിക്കും. എപ്പോഴും പോസിറ്റീവായി മാത്രം ചിന്തിക്കുന്ന ഒരാൾക്ക് അയാളുടെ പ്രവൃത്തിയിലും അത് കാണാൻ പറ്റും. അയാളുടെ ജീവിതത്തിലും സന്തോഷവും സമാധാനവും നിറയ്ക്കാൻ പറ്റും. എന്നാൽ നെഗറ്റീവ് ചിന്തകളാണ് നമ്മളുടെ മനസ്സിലെങ്കിൽ അത് നമ്മളുടെ ശരീരത്തിനെ തളർത്തും, കൂടാതെ അസുഖങ്ങളും ബാധിക്കും. നെഗറ്റീവ് ചിന്തകൾ മാത്രം ഉള്ള ഒരു വ്യക്തിയിൽ അത് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കും. ശുഭാപ്തി വിശ്വാസം എന്നും മനസ്സിലുള്ള ഒരാൾക്ക് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാനും മറ്റുള്ളവരിലെ നന്മകൾ കണ്ടെത്താനും വളരെയധികം കഴിവുണ്ടാവും. അതുകൊണ്ട് തന്നെ അയാൾക്ക് നല്ല നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ശുഭാപ്തി വിശ്വാസവും പ്രതീക്ഷകളും ഉള്ള ഒരു വ്യക്തിക്ക് തൻ്റെ ജീവിതത്തിൽ ഉന്നതികളിൽ എത്തുവാൻ പറ്റും, ഉയരങ്ങൾ കീഴടക്കുവാൻ സാധിക്കും. ഇന്ന് വേഗം കൂടിയ ഓട്ടക്കാരൻ എന്നറിയപ്പെടുന്ന ഗ്ലെൻ കണ്ണിംഗ്ഹാം എന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ് ടീച്ചർ പറയുന്നത്. അമേരിക്കക്കാരനായ 1909 ജനിച്ച അദ്ദേഹം തൻ്റെ 8ാമത്തെ വയസ്സിൽ ഒരു അപകടത്തിൽപ്പെട്ട് ദാരുണമായ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. ജീവിച്ചിരിക്കില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതിയ ആ ബാലൻ ആ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു വന്നു. പക്ഷേ അരയ്ക്ക് താഴോട്ട് തളർന്നുപോയ അദ്ദേഹത്തിന് വീൽ ചെയറിനെ ആശ്രയിക്കേണ്ടി വന്നു. ശുഭാപ്തി വിശ്വാസവും ദൃഢനിശ്ചയവും ഉള്ള ആ കുട്ടി താൻ കണ്ട സ്വപ്നങ്ങളൊന്നും ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. അവന് ആ വീൽ ചെയറിൽ നിന്നും എഴുന്നേൽക്കേണ്ടത് വളരെ അത്യാവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ പതിയെ വീൽ ചെയറിൽ നിന്നും എഴുന്നേൽക്കുകയും നടക്കാൻ തുടങ്ങുകയും ചെയ്തു. പതുക്കെ പതുക്കെ അവൻ ഓടാൻ പഠിച്ചു. സ്കൂളിലേക്ക് പോകുമ്പോൾ കുറച്ചു ദൂരം നടന്നും കുറച്ചു ദൂരം ഓടിയുമായിരുന്നു അവൻ സ്കൂളിൽ എത്തിയിരുന്നത്. അങ്ങനെ വീൽ ചെയറിൽ ജീവിതം തളയ്ക്കപ്പെടും എന്ന് എല്ലാവരും വിധി എഴുതിയ ആ കൊച്ചുബാലൻ പിന്നീട് ലോകമറിയുന്ന ഒരു ഓട്ടക്കാരനായി മാറി. ദൃഢനിശ്ചയവും ശുഭാപ്തി വിശ്വാസവും മാത്രമായിരുന്നു ഗ്ലെൻ കണ്ണിംഗ്ഹാം എന്ന വ്യക്തിയെ ലോകമറിയപ്പെടുന്ന ഓട്ടക്കാരനാക്കി മാറ്റിയത്. അതുകൊണ്ട് തന്നെ മക്കളെ, നമ്മുടെ ചിന്തയിലും പ്രവൃത്തിയിലും നന്മ നിറയ്ക്കുക, ശുഭാപ്തി വിശ്വാസവും ദൃഢനിശ്ചയവും കൈവിടാതിരിക്കുക. നമ്മൾക്ക് ജീവിതത്തിൽ എന്ത് വിജയവും നേടിയെടുക്കാൻ പറ്റും. ഓക്കെ, so today we can continue our chapter circles, and in last class we discussed about circles, how to draw circles and what is radius, how to draw a circle using radius. These all things we discussed, isn't it? So today we can continue the same chapter. Okay, now dear children, you can see a circle and here we have to find out the radius of this given circle. Okay, so we can measure the radius using the scale. Here you can see the measure of the radius is 3 centimeter. Now we can extend this radius
Now you can see a line which we got by extending the given radius, and this line meets the circle at this point, isn't it? Now we can measure the length of this line. What is the total length of this line? Yes, it is 6 centimeter, isn't it? So, the length of this line is 6 centimeter. Can we draw other lines with the same measure, that is with the same measure 6 centimeter? We can try, okay? Again, take this scale and we can measure the length as 6 centimeter. Now we can draw another line through this, and this line is also with measure 6 centimeter. Okay? Now we can draw one more line with the same measure, which is 6 centimeter. So this line is also with the same measure, which is 6 centimeter. You can see these all lines passes through the center of the circle, isn't it? Children, here you can see a circle with radius 3 centimeter. If we extend this line, we will get a line, and the measure of this line is 6 centimeter. Now I am going to draw some lines with the different measures in this circle, okay? Here we got a line with the 4 centimeter measure. Now we can draw one more line, and the measure of this line is 5.5 centimeter. Here we can draw one more line with the 3 centimeter measure. Now we can see different lines with the different measures. This line with 4 centimeter measure, this is the line with 5.5 centimeter, and this is the line with the 3 centimeter measure, isn't it? When we consider these lines, we can see the longest line is the line with 6 centimeter measure, and this is the line which passes through the center of the circle, and we can name this line as diameter of a circle, and this is the diameter of a circle. So how we can explain the diameter of a circle? Yes, the diameter of a circle is the longest line in the circle which passes through the center of the circle. Understood? And another thing is, here the radius of the circle is 3 centimeter and its diameter is with the 6 centimeter. How we can connect these two, that is the radius and diameter of a circle? Here radius is 3 centimeter and diameter is 6 centimeter.
So from this we can understand the diameter is 2 times the radius. When we take twice the radius, we will get diameter of that circle. Okay, so we can write diameter is equal to 2 into radius of the circle. That means here 6 is 2 into 3. So the diameter of a circle is 2 times its radius. Understood? Here you can see a circle and its diameter, isn't it? And here we can see that the diameter of this circle divides the circle into 2 equal parts. Okay? So dear children, if we want to divide the circle into 4 equal parts, what we have to do? We can check that. For that, we have to use a set square. And we have to use the square corner of the set square to divide the circle into 4 equal parts. So here we have to keep the square corner of the set square at the center of the circle. So keep the set square corner here and draw line through this. Now we divided this into 2 parts. Next, we have to keep the square corner at the center like this. Okay. Now draw line through this side. So we got 4 equal parts. Here we can see 4 equal parts in this circle. Okay. So dear children, have you understood how to divide a circle into 4 equal parts? For that, we have to use square corner of the set square. Okay. Now we can do another problem, that is dividing a circle into 6 equal parts. So for that, first we have to draw a circle. Here, the radius of the circle is not mentioned, so we can take any measure in the set square. Here we got the circle, and next we have to draw one radius. So this is the radius of the circle, and to divide a circle into 6 equal parts, we have to use this corner of the set square and keep this corner of the set square at the center of the circle. Now we have to draw a line through this side of the set square. Now we got one part. Okay. Now we want to keep the same corner of the set square at this point through this line. Now
draw a line through this side. Here we got the second part of the circle. Now we can keep this corner here. Here at the center of the circle. Now draw a line through this side of the set square. Now we got 3 equal parts, isn't it? Next we have to keep this corner like this, so that we can draw a line through this side. Now we got the 4th part of the circle. Again, keep the same corner at the center. Now draw one more line. Here we got 6 equal parts of this circle, isn't it? If we join the points which meet at the circle, we get a geometrical shape. Okay, so we can do that. So use scale to join this point, the first line. Now join these 2 points. We got another line. Next, join these 2 points. We got another line. Now we can join these 2 points. Now take the scale to this side and now we can join these 2. Next, last these 2 points. Here we got a geometrical shape, isn't it? So children, what name we can give this geometrical shape? Yes, this is a 6-sided geometrical shape and the name of this shape is what? Hexagon, isn't it? So this is a geometrical figure and its name is hexagon. Understood? Now you can do other geometrical shapes using other corners of the set squares. Okay, there are 2 set squares and you can use other corners also to draw like this, and you can make geometrical shapes from that. Okay, so this is for today and we can see in the next class. Okay, bye.